4 താരങ്ങളെ മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ടായിരുന്നു ഡൽഹി ഈ വർഷത്തെ ലേലത്തിലേക്ക് പോയത്. അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, ക്രിസ്റ്റൻ സ്റ്റബ്സ്, അഭിഷേക് പോരൽ തുടങ്ങി 4 പേരെ ടീം നിലനിർത്തിയപ്പോൾ ബാക്കി 19 പേരെ ലേലത്തിൽ നിന്ന് ഡൽഹി ടീമിലെത്തിക്കുകയാണ് ചെയ്തത്. ഋഷഭ് പന്ത് എന്ന ബിഗ് നെയിമിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ശ്രേയസ് അയ്യരെ ടീമിലെത്തിക്കാനുള്ള നീക്കം ലേലത്തിൽ ഡൽഹി നടത്തിയിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴായിരുന്നു രാഹുലിന് വേണ്ടി ഓൾ ഇന്നായി ഡൽഹി മുന്നോട്ട് പോയത്. ഒരു ക്യാപ്റ്റൻസി ഓപ്ഷൻ തന്നെയായിരുന്നു ഡൽഹി എയിം ചെയ്തതും. ഓവറോളായി വളരെ നല്ല ബാലൻസ് ഉള്ള ഒരു ടീം ഡൽഹി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയി തോന്നുന്നത് അവരുടെ ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. മിച്ചൽ സ്റ്റാർക്ക്, മുകേഷ് കുമാർ, ടി നടരാജൻ, മോഹിത് ശർമ്മ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് തുടങ്ങി 6 മെയിൻ ഓപ്ഷൻസ് തന്നെ പ്രൈമറി 11-ൽ കൊണ്ടുവരാൻ ഡൽഹിക്ക് സാധിക്കും. പവർ പ്ലേ, മിഡിൽ ഓവേഴ്സ്, ഡെത്ത് ബോളിംഗ് തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ട സ്പെഷ്യലിസ്റ്റ് താരങ്ങൾ തന്നെ പ്രോപ്പറായി ഈ ലൈനപ്പിലുണ്ട്. സോ കോമ്പിനേഷൻസ് കറക്റ്റായി ഹിറ്റായിട്ടുണ്ടെങ്കിൽ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് ബൌളിംഗ് ലൈനപ്പ് എന്റെ അഭിപ്രായത്തിൽ ഇതാണ്. ഇവർക്കൊപ്പം എക്സ്പീരിയൻസും യൂത്തവുമുള്ള ഒരു ബാറ്റിംഗ് നിര കൂടി എത്തുമ്പോൾ ടോട്ടൽ ടീം ബാലൻസ് പെർഫെക്റ്റ് ആണ്. ജയ്ക് ഫ്രാസർ, ഫാഫ് ടു പ്ലസി, രാഹുൽ, ക്രിസ്റ്റൻ സ്റ്റബ്സ്, അഭിഷേക് പോരൽ, കരുൺ നായർ, അക്ഷർ പട്ടേൽ, അസുതോഷ് തുടങ്ങിയ ലൈനപ്പ് ഓൺ പേപ്പർ വളരെ മികച്ചത് തന്നെയാണ്. സ്ട്രാറ്റജിക്കലി നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻസി, വൈസ് ക്യാപ്റ്റൻസി ഓപ്ഷൻസ് ആണ് മൊത്തത്തിൽ ടീമിന് ചെറിയൊരു തിരിച്ചടി കൊടുത്തത്. അഭിഷേക് പോരലിനെ റീറ്റെയിൻ ചെയ്ത തീരുമാനത്തോടെ താരവും ജയ്ക് ഫ്രാസറുമാണ് ഓപ്പണിംഗ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ ക്യാപ്റ്റൻസി നിഷേധിച്ചതോടെ അക്ഷർ പട്ടേലിന് ക്യാപ്റ്റൻസി വരികയും അവിടേക്ക് എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ഫാഫിനെ വൈസ് ക്യാപ്റ്റൻ ആക്കേണ്ടി വരികയും വന്നു. സോ ബേസിക്കലി ഓപ്പണിംഗ് ബാക്കപ്പ് ആയിരിക്കേണ്ട ഡുപ്ലസി സ്റ്റാർട്ടിംഗ് 11-ൽ വരികയും ഓപ്പണറായ അഭിഷേക് പോരൽ ഇമ്പാക്ട് പ്ലെയറോ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിൽ എവിടെയെങ്കിലും സ്ലോട്ട് ചെയ്യേണ്ട താരമോ ആയി മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ടീമിന്റെ പെർഫോമൻസിനെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല. ജസ്റ്റ് ടീമിന്റെ പ്ലാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു പുറമെ ബൌളിംഗിൽ അത്ര എടുത്തു പറയത്തക്ക ബാക്കപ്പ് ഇല്ല എന്നത് ഒരു പോരായ്മയായി തോന്നുന്നുണ്ട്. അജയ് മണ്ഡൽ, ദുഷ്മന്ത ചമീര, ദർശൻ നാൽക്കണ്ടെ തുടങ്ങിയ ചില പേരുകൾ മാത്രമാണ് ബൌളിംഗ് ബാക്കപ്സ് ആയി ടീമിൽ വരുന്നത്. ടീമിന്റെ ഒരു സാധ്യത 11 നോക്കിയിട്ടുണ്ടെങ്കിൽ ഫാഫ് ടു പ്ലസി, ജയ്ക് ഫ്രാസർ ഓപ്പണിംഗ്, KL രാഹുൽ, അഭിഷേക് പോരൽ, ക്രിസ്റ്റൻ സ്റ്റബ്സ്, അക്ഷർ പട്ടേൽ, അസുതോഷ് ശർമ്മ, സ്റ്റാർക്ക്, മോഹിത് ശർമ്മ, കുൽദീപ് യാദവ്, ടി നടരാജൻ തുടങ്ങിയ ഒരു ലൈനപ്പാണ് സ്ട്രോങ് ആയി കാണപ്പെടുന്നത്.